friends. ഇപ്പോൾ 2025 +2 പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ +2 എക്സാമിന് വേണ്ടി വെൽ പ്രിപ്പയർ ചെയ്ത് എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്ന ഒരു ടൈം ആണല്ലേ ഇത്. സോ ഈ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് എല്ലാവർക്കും വളരെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ വളരെ ടെൻഷനുള്ള ഒരു കാര്യമായിരിക്കും ആഫ്റ്റർ +2 ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളത്. സോ അങ്ങനെയുള്ള നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആഫ്റ്റർ +2 സയൻസ് എടുത്ത് പഠിച്ച സ്റ്റുഡൻസിന് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഫ്യൂച്ചറിൽ ഉള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. ബിക്കോസ് ഈ ഒരു ടൈമിൽ ഏത് കോഴ്സ് എടുത്ത് ചൂസ് ചെയ്ത് പഠിച്ചു എന്നതിനെ ബേസ് ചെയ്തിരിക്കും കംപ്ലീറ്റ് ആയിട്ടും ഒരു സ്റ്റുഡൻറ്റ് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇങ്ങനെ ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. സോ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. +2 സയൻസ് എടുത്ത് പഠിച്ച നമ്മുടെ സ്റ്റുഡൻസ് രണ്ട് തരത്തിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും അല്ലേ. ഒന്ന് +2 പഠിച്ചതിന് ശേഷം വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കോഴ്സസ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്, അതായത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ്. രണ്ടാമത്തത് വളരെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ്, ഭയങ്കര ഹൈ സാലറി പാക്കേജസ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല നല്ല പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന കോഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കോഴ്സ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇതിൽ ആദ്യം പറയുന്ന പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കോഴ്സാണ് VFS, എഡിറ്റിംഗ്, ഡിജിറ്റൽ കമ്പ്യൂട്ടിംഗ്, ദെൻ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ കോഴ്സൊക്കെ. ഇതൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് പഠിച്ച് പ്രൊഫഷണലായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന കോഴ്സസ് ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ. ഇത് കൂടാതെ വളരെയധികം കോഴ്സസ് ഇനിയുമുണ്ട്, എന്നാലും നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കോഴ്സസ് ആണ് ഇത്. ഈ കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ആഫ്റ്റർ +2 ഏതെങ്കിലും ഒരു ഡിഗ്രി പ്രോഗ്രാമിൻ്റെ കൂടെയോ അല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ക്രാഷ് കോഴ്സസ് ആയിട്ടോ, ഇനി അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാംസ് ആയിട്ടോ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഈവൻ ഒരു ക്രാഷ് കോഴ്സ് എടുക്കുവാണെങ്കിലും ഡിപ്ലോമ പ്രോഗ്രാം എടുക്കുവാണെങ്കിലും അതിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ സെർച്ച് ചെയ്തതിന് ശേഷം നല്ലൊരു പ്രൊഫഷൻ, നല്ലൊരു ഹൈ സാലറിയോടോ അല്ലെങ്കിൽ നല്ല ഏണിങ്സോടും കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസ് എടുക്കുന്നത്. മെഡിക്കൽ, അതായത് +2 സയൻസ് പഠിച്ച സ്റ്റുഡൻസ് കൂടുതലും മെഡിക്കൽ ഫീൽഡ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. ഒരു ഭാഗം നല്ല ഭൂരിഭാഗം പേരും മെഡിക്കൽ ഫീൽഡ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ IT ഫീൽഡ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. ഈ ഒരു രണ്ട് ഫീൽഡ് എടുത്തു പറയുന്ന റീസൺ, ഈ രണ്ട് ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ സാലറി പാക്കേജും നമ്മളുടെ ഈ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ മെഡിക്കൽ കോഴ്സസ് എടുത്ത് പഠിക്കാൻ ഏതെല്ലാം കോഴ്സസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക എന്ന് നോക്കുന്നതിനോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലാണ് മെഡിക്കൽ കോഴ്സുകൾക്ക് നമുക്ക് ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടുക എന്നും കൂടെ സ്റ്റുഡൻസ് ചെക്ക് ചെയ്യുമായിരിക്കും അല്ലേ. മെഡിക്കൽ കോഴ്സസ് എന്ന് പറയുമ്പോൾ MBBS, BDS, BVSC, ദെൻ അഗ്രികൾച്ചർ, BAMS, BASLP, ദെൻ പാരാമെഡിക്കൽ കോഴ്സസ്, BSc നഴ്സിംഗ് കോഴ്സസ്, ഫാർമസി റിലേറ്റഡ് പ്രോഗ്രാം തുടങ്ങിയ ഒട്ടനവധി മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഇങ്ങനെ എല്ലാത്തിനും അഡ്മിഷൻസ് ഇന്ത്യയിൽ കിട്ടുന്നത് കീം, നീറ്റ് തുടങ്ങിയ എൻട്രൻസ് എക്സാമോട് കൂടിയും ഇതല്ലാതെ നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻസും പോസിബിൾ ആയിട്ടുള്ള കോഴ്സസ് ആണ്. നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും ചില കോഴ്സുകൾക്ക് നീറ്റ് ക്വാളിഫൈ ആയാൽ മാത്രം മതി, ചില കോഴ്സുകൾക്ക് നീറ്റിൻ്റെ മാർക്കിൻ്റെ ബേസിലും ആയിരിക്കും. അതായത് നല്ല മാർക്കുള്ള സ്റ്റുഡൻസിനായിരിക്കും ഇന്ത്യക്കകത്ത് അഡ്മിഷൻ കിട്ടുക. ദെൻ കീം അറ്റൻഡ് ചെയ്യേണ്ട കോഴ്സസും ഉണ്ട്. കീമിന് നല്ല മാർക്ക് കിട്ടേണ്ട കോഴ്സസും നമുക്ക് മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസിൽ അവൈലബിൾ ആണ്. ദെൻ IT റിലേറ്റഡ്, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് കോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ BCA, BSc കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സുകൾ. ദെൻ ഈ ജനറേഷനിലുള്ള AIML വിച്ച് മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ നിരവധി IT റിലേറ്റഡ് കോഴ്സസും നമുക്ക് അവൈലബിൾ ആണ്. 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ആയിട്ടും ഡിപ്ലോമ പ്രോഗ്രാം ആയിട്ടും നമുക്കിത് പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ബെറ്റർ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് ഈ ഒരു ജനറേഷനിൽ എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലേ. സോ ഏറ്റവും ബെറ്റർ കോളേജുകളിലായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെല്ലാം ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വ്യക്തമായി ഒരു ധാരണ കിട്ടിയതിന് ശേഷം മാത്രം കോഴ്സ് ചൂസ് ചെയ്യുക.
ഇനി നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പ്ലസ് ടുവിന് സയൻസ് എടുത്ത് പഠിച്ച സ്റ്റുഡൻസിന് ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിലും തിരിയാവുന്നതാണ്. അതായത് ട്രഡീഷണൽ കോഴ്സസ് പോലെ നമുക്ക് BCom, BA, BBA പോലെയുള്ള, അതായത് മാർക്കറ്റിങ്ങിലും ബിസിനസ്സിലും ഒക്കെ താല്പര്യമുള്ള സ്റ്റുഡൻസിന് BBA ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഹയർ സ്റ്റഡീസ് ആയിട്ട് MBA പോലുള്ള കോഴ്സസും ഓപ്റ്റ് ചെയ്യാവുന്നത് വളരെ ഹൈ ഡിമാൻഡഡ് കോഴ്സാണ് കേട്ടോ. ദെൻ BCom വിത്ത് സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാ കോഴ്സ് എടുക്കുമ്പോഴും നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്പെഷ്യലൈസേഷൻ. നിങ്ങൾ ഏത് കോഴ്സിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ വ്യക്തമായി സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്തതിന് ശേഷം മാത്രം കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതല്ലാതെ നിരവധി കോഴ്സസ് ഇക്കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. സോ ആഫ്റ്റർ പ്ലസ് ടു സയൻസ് എടുത്ത് പഠിച്ച സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഏതെല്ലാം കോഴ്സസ് അവൈലബിൾ ആണ്, ഏതെല്ലാം കോളേജസ് അവൈലബിൾ ആണ്, ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റുക, യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, ഏത് സ്ഥലത്ത് അഡ്മിഷൻ എടുത്താലാണ് ജോബ് ഓപ്പർച്യൂണിറ്റി വരിക, ഇനി എബ്രോഡ് പോയി പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഏത് കോഴ്സ് ആയിരിക്കും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളവ എന്നീ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വഴി നിങ്ങൾക്കൊരു ഫ്രീ കൗൺസിലിംഗ് ലഭിക്കുന്നതാണ്. സോ ഹറി അപ്പ്.